ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിനി നമ്മളെ പേരൻ്റെ അവസ്ഥ ചോർച്ചയാണ്, ഇങ്ങനെ കൊടിഞ്ഞു തൂങ്ങിയാണ് ചോർച്ചയൊക്കെയാണ്. അപ്പം അത് മാറ്റണ പരിപാടിയാണെന്ന്. ഉമ്മമ്മടെ ഉള്ളിക്കാണോ? ഉള്ളത്തെ വെക്കാടെ സ്ഥലം ഉണ്ടോ കോണിനുള്ളില്? ആരെ കയറണം മമ്മേ? ഇതുണ്ടോ? ആദ്യം ആ സ്ഥലമാണ്. അവിടെ നിങ്ങള് പൊട്ടൽ കാണുന്നുണ്ടോ? വെളിച്ചം വേണ്ട ഗ്യാപ്പ് അതൊക്കെയാണ് മേത്തോട് ചിന്തുമാനട്ടാ കൊണ്ടേച്ച് നീങ്ങുണ്ടോ? മാക്സിമം ഇനി പോവില്ല ഇനി പോകൂല അടിയില് എടാ ഉള്ളിക്കര കേറിയിട്ട് കാര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. പുറത്തുകൂടെ കയറേണ്ടി വരും. പുറത്തുകൂടെ കേറിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഉള്ളിക്കൂടെ എങ്ങനെയാ സാധനം മാറ്റുക? അതാണ് അത് ഉറപ്പാണ്. പൊട്ടിയ ഓട് ഈ രണ്ട് സൈഡിലത്തെ ഓട് പൊന്തിച്ചു, ഓരോ ഓട് പൊന്തിച്ച് ഓരോ ഭാഗം എടുക്ക്. തടി കൂടെ കേട്ടോ, ഒന്നിനും പറ്റാത്ത അവസ്ഥ ആക്കല്ലോ. ആദ്യം ആ കണ്ടോട് എടുക്കട്ടോ, അല്ലെങ്കിൽ തടി കൂടെ. വേറെ ഓടും കൂടി എടുക്ക്, അപ്പഴേ ഇടവിട്ടോളൂ. പണ്ടത്തെ ഓടാണ്, പൊട്ടിക്കൊയിഞ്ഞോടുന്ന് അറിയില്ല, ഡേഞ്ചറാണ്. ഓടിന് പരക്കണേലും പൊട്ടൊന്നുമില്ല. ആരാണ് ഓടിന് പയക്കണെന്നുണ്ടെങ്കിൽ പൊട്ടൂലെന്നോ? ആരാ പറഞ്ഞേ? പൊട്ടും നാളെ താഴത്തെ മറ്റേ ചെക്കം പെരന്റെ മുകളിൽ കേറിട്ട് ഒറ്റ കൊഞ്ഞാള അടിക്ക് കുട്ടു കുട്ടു ഓന്റെ പേരന്റെ മുകളിൽ കയറിയതാണ്. ഓട് മാറ്റാൻ വേണ്ടിട്ട് ഒറ്റ പൊട്ടല അടിക്കണ് പോയി. എവിടെ പുടുത്തം കിട്ടിയോണ്ട് അവിടെ നിന്നു. പൊട്ടിയ ഓട് നല്ല വെളിച്ചല്ലേ? ഞാൻ പറയുമ്പോ അവിടെ ഞാൻ തുറന്നിട്ടാലോ? ഗ്ലാസ് ഇല്ലല്ലോ, ഗ്ലാസ് നല്ല വെളിച്ചുണ്ടായിനി. നല്ല വെളിച്ചം അവിടെയൊക്കെ വല്യമ്മ എവിടെ പാത്തിച്ചിങ്ങനെ എവിടെ നോക്കി നോക്കാം. ഇതേതാ? ഇത് പറ്റുമോ? ഇവിടെ റോഡാക്കണ അതല്ല മോണ്ട. ഒറ്റപ്പാത്തി ഒറ്റപ്പാത്തിയാ? ഓനക്കെന്താ ഒറ്റപ്പാത്തി ഒറ്റപ്പാത്തി? നോട്ടെ അതേതാ ഒറ്റപ്പാത്തി ഒറ്റപ്പാത്തി വെക്കണേ? ആണ് ഇവിടെ ഇതറ്റാണ്. എടുത്തേ മതിയോ? എന്തല്ലേ നല്ല വെളിച്ചല്ലേ സത്യം. ഗ്ലാസ് പക്ഷെ അവിടെ ഗ്ലാസ് നമ്മൾ വെച്ചു, ചെറിയ പൊട്ടലുണ്ടപ്പോ ഗ്ലാസ് വെച്ചു. മമ്മ അടുത്ത് മാറുന്നില്ലേ താഴന്ന്? മാറുന്നേ അതിനാണ് വെയിറ്റ് ആണ്, നോക്കിക്കോ. എങ്ങനെ അതിന്റെ ആ പക്ക് ഉണ്ടല്ലോ, ആ പക്ക് മറ്റേ ഇവിടുന്ന് പറയാൻ എളുപ്പാണേ, അവിടെ കേറി ചെയ്യണം. അവിടുന്ന് തള്ളിയല്ലോ കേട്ടോ താഴത്തേക്ക്. രണ്ടാൾക്കാര് കയറേണ്ടി വരുമേ. എന്തല്ലേ ഗൈസ്, പൊളിച്ച് നല്ല റിഫ്ലക്ഷൻ അടിച്ചിട്ടുണ്ടല്ലോ.
മാറാനാണെങ്കിൽ പിന്നെ മാറാലേ? അത് 8 കാറ്റല്ലേ ഇങ്ങനെ മാലാറിങ്ങനെ കൂടിട്ട് ഇങ്ങനെ നടക്കല്ലേ. മൊത്തത്തിൽ പൊടിക്കോടെ കുറച്ചുകൂടി കയറാണ്ട് നല്ല ഓക്കാണ് ചാടണം. തുള്ളി പുറത്തേക്ക് പോകരുത് കേട്ടോ. തുള്ളി പുറത്തേക്ക് ഒക്കെ ഉള്ളിൽ കയറും. ഇതോട് കുത്തിയതാണ്. അവിടെ മറ്റേ ഗ്ലാസ് വെച്ചിട്ടല്ലേ? ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഏത് ഇത് അത് ഗ്ലാസ് ആണേ. കുത്തിയ ഗ്ലാസ് ആണ്. വെള്ള പ്ലാസ്റ്റിക്കും വായിച്ചാണ്. ആര് ഗ്ലാസ് ആണത്? ഇന്നാൾ തിരികെ കൊടുത്താലടാ പൊട്ടിട്ടേ. ഗ്ലാസ് ആണ്. കുക്കർ പൊട്ടി കളിച്ചില്ലേ? അതിന്റെതാണത്. ചിമ്മിനിന്റെ അവിടുത്തെ ഓട് പൊട്ടി, ഇവിടുന്ന് ഓട് പൊട്ടി. അതില് പിന്നെ പ്ലാസ്റ്റിക്. ഇവിടെ ഈ പൊട്ടൽ എന്താണെന്ന് അറിയാണേ? കുക്കർ പൊട്ടി തെറിച്ചിട്ട് ഇതായതാണെന്ന്. സൂക്ഷിച്ചും കണ്ടും കിച്ചണിലൂടെ പണിയെടുക്കുക. കുക്കറൊക്കെ പൊട്ടി തെറിച്ചെന്ന് അറിയണേ. ഓക്കെ സെറ്റായോ? നാളെ മുതൽ പെരപ്പണിക്ക് പോയിക്കോ അല്ലേ മാമ? നാളെ മുതലും പെരപ്പണിക്ക് പോയിക്കോട്ടെ. എല്ലാ പണിയും പഠിച്ചണേ. ഒരു പണിയായിട്ടല്ല, എല്ലാ പണിയും. ഇനിയിപ്പോ എന്റെ കാതൊക്കെ പിന്നെ മറ്റോടത്തല്ലേ അവിടെ ഷീറ്റ് ഇടണ്ടേ? ഇവിടുത്തെ ബംഗാളിയാണോ? പ്രാവശ്യം നിൽക്കാണ്. അതിനിപ്പോ പൊന്നിച്ച എത്ര വട പൊട്ടിക്കണ അറിയില്ല. ഞാൻ അവിടെ കൊത്തി പൊടിച്ചേ പോട്. വല്ലാണ്ട് പോ. ഇവിടെ എന്താ അറിയോ? പൊട്ടിയിട്ടാണ് തൂങ്ങിയത്. പൊട്ടിയിട്ടാണ് തൂങ്ങിക്കണതൊക്കെ. ഒന്നും കാട്ടാൻ നിൽക്കാനുണ്ട്. അയിമ ചാരി വെക്കണം. അയിമ ചാരി വെച്ച് കഴിഞ്ഞാൽ മക്കത്ത് പോകും. കാരണം ഇതൊക്കെ പൊട്ടി തൂങ്ങിക്കാണ്. ഇല്ല, ഇതൊക്കെ നല്ല ഉറപ്പുള്ള സാധനം. സീറ്റല്ലേ? ചെറിയ എന്തെങ്കിലും സീറ്റ് മതി. ആ ചോർച്ചാൽ ലാസ്റ്റ് മതി. അതിന്റെ ഉള്ളിൽ പോയി നോക്കിയോട്ടെ. ഉള്ളിൽ വേണം. ഉള്ളത്തെ വ്യൂ നമുക്ക് എന്താ നോക്കാം. ഇവിടെ ഈ പരിയിൽ പണിയെടുക്കാൻ കഴിഞ്ഞാൽ പണിയെടുക്കാൻ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം തൊട്ട എല്ലായിടത്തും പണിയാ. അവിടെ അതിന്റെ അവിടെ പൊട്ട്. ഇവിടെ അല്ലേ ഈ ഷീറ്റാണ് കഴിച്ച് നമ്മള് വെക്കാൻ പോണേ. ഇത് കുട്ടികളെ കഴിക്കണ ഷീറ്റല്ലേ ഇത്? കുട്ടികളെ അതല്ലേ? കുട്ടികളെ കഴിക്കണ ഇതേമാതിരില്ലേ? കുട്ടികളെ കടത്തി കുളിപ്പിച്ചണേ. വല്യമ്മ താഴെ നിന്നാണ്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. മറ്റേ അതിന്റെ മുകളിൽ പണിയെടുക്കാണ്. ഇവിടെയാണ് പൊട്ടി കിടക്കണേ. കുറച്ചുകൂടി താഴ്ച ഇറങ്ങുമ്പോ നോക്കിക്കളാ. കാരണം അവിടെ താഴത്തേക്ക് ഇങ്ങനെ അടക്കാണ്. പൊട്ടി കൊയിഞ്ഞാടും. മമ്മ അവിടുന്ന് മാറി തന്നെ താഴത്തുനിന്ന്. അവിടെ അങ്ങനെയല്ലേ? അപ്പുറത്തേക്ക് നോക്കട്ടെ. നമ്മളെ കോഴിക്കള് സേഫ് അല്ലേ ഗൈസ്? എത്തോ? ഒരു ഷീറ്റ് കൂടി വേണ്ടി വരും. അതിന്റെ താഴത്തേക്ക് വെക്കാം. ഗൈസ് ഇവിടെ മൂലോടൊന്നും ശരിക്കും വെക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. കാരണം പറഞ്ഞാൽ ഒന്നും നേരല്ല നിക്കണത്. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നിക്കണത്. അവിടെ അല്ലേ ഗൈസ്? ഒന്നാമത് എന്താ അറിയോ? പണ്ടത്തെ പെരായും കൊണ്ട് നമുക്കിത് ഓവറായിട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഒക്കെ ഒടിഞ്ഞു തൂങ്ങിക്കണം. ഓരോ മുക്കും മൂലൊക്കെ ഒടിഞ്ഞു തൂങ്ങിക്കണം. ഇനി കമ്പിയാക്കാതെ ഒരു രക്ഷയില്ല ഇവിടെ. ഉള്ളു നോക്കും മാമ. നമ്മ ഇവിടുന്ന് വടി കൊണ്ട് തോണ്ടി കാട്ടി കൊടുക്കണ്ട്. ഓക്കെ
അപ്പൊ ഓക്കെ ആ ഈ ആപ്പില്ല ഇവിടെ ഇത് അവിടെയാണ് ആ പ്ലാസ്റ്റിക് വെച്ചാണ് ഇതുകൂടെ ചോറൂല്ലേ അത് ചോരില്ല കുത്തി കുത്തി ചോദിച്ചാ മതി എന്നാ മതി. അങ്ങനെ പോര് നോക്കി ഇറങ്ങിക്കോ മാനെ ഒക്കെ ഒരു ദിരിക്ക് കാത്തിക്കാണ് ചെറിയൊരു കാരണം കിട്ടാൻ മതി കൊഞ്ഞാളാ ഓക്കെ തേങ്ങയിലൊന്നും മറ്റും ഉണ്ടാവോടൊക്കെ പോയി തെങ്ങ് ആ അതാക്കണം ഇവിടെ അല്ലേ തെങ്ങിന്റെ പട്ടിയും തേങ്ങൊക്കെ കൊണ്ട് ഊട് പോയി ഗൈസ് അടുത്ത എവിടെയെങ്കിലും ചോർച്ച നോക്കി ഇത് കോണി നമുക്ക് ഇപ്പഴേ കിട്ടുള്ളൂ കോണി താഴ്ചത്തെയാണ് നമ്മളതല്ല താഴത്തെ പേരക്കാരതാണ് കിട്ടിയ ടൈമിൽ ഇനിയിപ്പോ ഇന്നിപ്പോ എവിടേക്ക് ചോർച്ച ഉള്ളതെന്ന് മഴ പെയ്യുമ്പോഴാണ് മമ്മാന്റെ റൂമിലൊന്നും ഇല്ലല്ലോ ഏത് ഭാഗത്താന്ന് അറിയില്ല അവിടെ ഇങ്ങനെ ചോദിച്ചു മമ്മാന്റെ റൂമിലുണ്ടോ മമ്മാന്റെ റൂമിലുണ്ടോ ചോർച്ച ആ ഉള്ളിൽ നിന്ന് നോക്കി ഇതിന്റെ റൂമിൽ അവിടെ ചോർച്ച ഉണ്ടോ ഇപ്പൊ ചോർച്ചൊന്നും കാണാനില്ല മഴക്കാലം വരുമ്പോ അറിയാം നമുക്ക് എന്താ അവസ്ഥ മഴ പെയ്യുമ്പോ ഞാൻ അറിയാൻ പറ്റില്ല എവിടൊക്കെ ലീക്ക് ഇല്ലെന്ന് ഉണ്ടാവില്ല എല്ലായിടത്തും ചോർച്ച തന്നെ ചെയ്യാം ഓടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിട്ട് ആ ഒക്കെ കമ്പിയല്ലേ കമ്പിയൊക്കെ വളഞ്ഞിട്ട് എങ്ങനെ ഇല്ലല്ലോ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഇവിടുന്ന് ഇതുവരെ ചോർച്ച ഇവിടൊക്കെ എ സി ഒക്കെ അല്ലേ നിന്നാലേ ആകെ ചോർച്ചും കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉള്ളിലല്ലേ ആ ഒരു ഒന്നും നോക്കണ്ട അത് നമ്മള് കണക്കിലെടുക്കണ്ട അത് ഉച്ച പോയിക്കോളും ചോർച്ച നോക്കാനാണെന്നുണ്ടെങ്കിൽ കൊറേ ഉണ്ട് നാളെ എണിഞ്ഞു കൊണ്ടേ കൊടുക്കാം അപ്പൊ നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ചവിട്ടാൻ വെച്ച അവിടെ ഇവിടെ ഇരിക്കാനും വെച്ച ഓട് പൊട്ടിയാണ് അപ്പൊ അത് മറ്റും അതിന്റെ അപ്പുറത്തുണ്ടാവും അപ്പൊ അതുകൊണ്ട് വേഗം കൊണ്ടേ കൊട്ടുള്ളൂ ഇത് കൂടി ചോർച്ച വരുന്നില്ല അപ്പൊ ആയിക്കോട്ടെ ചോർച്ചൊന്നുമില്ല ഗ്ലാസ് വെച്ചിക്കാണ് ഗ്ലാസ്സാണിത് പ്ലാസ്റ്റിക് അറിയുന്നിട്ട് കുക്കർ പൊട്ടി തെറിച്ചാണല്ലോ ഇവിടെ കുക്കറിൽ മാറ്റാൻ നോക്കിയാക്കിരോ അതാണ് ഇത് ഓ ഇന്റെ അഡ എന്നിട്ട് ഞാൻ കുക്കർ ചേർത്തരിക പവറ് കുക്കർ വെക്കുമ്പോ അടുപ്പും കുക്കറും ഇതിന്റെ മുകളില് ഞാൻ ഇതൊക്കെ ഇതിലാകെ കുക്കർ പൊട്ടി തെറിച്ചപ്പോ ഈ ചോറ് പൊട്ടിയ പൊടിയാണ് അകത്ത് കൂടെ ഉമ്മ തൊഴിലുറപ്പിന് കഴിക്കണം പരിപ്പിയും വെച്ചാണ് സാമ്പാറിന് എന്തോ ഉണ്ടാക്കുകയാണ് ഞാൻ അതിൽ ഇഞ്ച വിചാരം എന്താണ് ഈ കുക്കറിന്റെ പൊടിയാണ് ഇതൊക്കെ കളഞ്ഞ് കുപ്പിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് വെള്ളം മുക്കിയിട്ട വെള്ളമൊക്കെ കളഞ്ഞ് കുക്കർ പൊട്ടിയുടെ പൊടിയല്ലേ ഇതെങ്ങാനും വെള്ളം കുടിച്ചതിലെങ്ങാനും പൊടിയായിരുന്നത് സർവ്വമൊക്കെ കളഞ്ഞ് ഉമ്മ വന്നപ്പോക്ക് എന്തേ കൂട്ടാനൊക്കെ ഉണ്ടാക്കി പക്ഷേ കുക്കർ എന്ത് കാണാനില്ല കുക്കറും ഇല്ല കുക്കറിന്റെ അടപ്പില്ല ഈ കുക്കർ ഇവിടെ കുക്കറുണ്ട് അടുപ്പും കാണാനില്ല കുക്കർ ഇപ്പൊ എന്താ ഇപ്പൊ എന്താ പാത്രം പാത്രായില്ലേ പാത്രമായി ഇപ്പൊ ഇതിന് അടുപ്പത്ത് വെക്കും അത് കഴിഞ്ഞാണ്ട് ആകെ കഴിഞ്ഞ് ഇങ്ങനെ ചീറ്റൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാണ്ട് പിന്നെ അടുപ്പത്ത് എന്താ വെച്ചാണേ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് നിങ്ങൾ വൈകിക്കോണം അജ്മേലൊക്കെ ഉടനെ രാവിലെ പുട്ടും കടയും എന്താ ഉണ്ടാക്കിയത് പൊട്ടിയാട്ട് വെച്ചിട്ട് ചിമ്മിന്റെ അതിൽ അങ്ങോട്ടും ഇതും ആകെ പൊട്ടി തെറിച്ച് ആകെ ചെറിയ പൊട്ടിട്ട് ഞാൻ എത്ര വട്ടം പൊട്ടി തെറിച്ചപ്പോ 2 കുക്കർ പൊട്ടി തെറിച്ചു 2 കുക്കറോ ബോംബ ഉണ്ടാക്കണം ഇവിടെ അപ്പൊ ഒന്നും ചക്കന് പൊട്ടി തെറിച്ചു ഒന്നും മാറ്റക്കന് പൊട്ടി തെറിച്ചു അതുകൊണ്ട് പിന്നെ ആ വകുപ്പ് ഒതുങ്ങി അല്ലെങ്കിൽ അല്ലേ ഒരാൾക്ക് കുറ്റം ഇത് നടപ്പ് ഇതോ 3 കുക്കറുണ്ട് ഇവിടെ ഇപ്പൊ അടുപ്പത്ത് വെക്കണമായിരിക്കാണ് പിന്നെ ഗ്യാസ് വെക്കാൻ പറ്റും ഒക്കെ നമ്മളടുപ്പത്ത് വെക്കുമ്പോഴത്തേക്ക് ആവി കാറ്റൊന്നും വരൂലേ വെറുതെ ഒരു പാത്രം വെറുതെ ഒരു പാത്രം കുക്കറിന്ന് പേര് പക്ഷേ വെറുതെ ഒരു പാത്രം 3 കുക്കർ വേണ്ട ഉപകാരത്തിനില്ല ഉപകാരത്തിനില്ലല്ലേ സത്യം പറഞ്ഞ ഈ ഓടൊക്കെ പൊട്ടിയത് കുക്കർ പൊട്ടി തെറിച്ചിട്ടാണ് രണ്ടോടത്തോട് കുക്കർ പൊട്ടി തെറിച്ചിട്ട് എങ്ങനെ അടുക്കളയിൽ ബോംബെല്ലാം ഉണ്ടായി കളിച്ചിന് ഇഞ്ചങ്ങനെ ഒട്ടിയിട്ട് ഓടുമ്പോ പോയില്ല ചോമര ഒട്ടിട്ടു ചോമര് നോക്കി നിങ്ങള് കണ്ടോക്കി ചോമരൊക്കെ പൊട്ടി തെറിച്ചിക്ക എന്തല്ലേ അങ്ങനെയൊക്കെയാണ് എന്തായാലും 2 ഷെഫുകളും അടിപൊളിയാണ് അതെ കഴിവുണ്ട് വെയിലും ചൂടും. അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് അതിന്റെ പാക്കാണ് വല്യമ്മ ഇവിടെ വരി അങ്ങോട്ട് നോക്കി എല്ലാവരും സലാമൊക്കെ പറയും ചോദിക്കുന്നുണ്ട് മാനെ. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ടാറ്റ കൊടുത്തല്. അപ്പൊ നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണാൻ എല്ലാവരോടും ബൈ പറഞ്ഞേ. അസ്സലാമലൈക്കും എല്ലാവർക്കും ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ഗൈസ് ബൈ.